ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നേക്ക് 14ാമത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഈ ചട്ടിന്ന് കേൾക്കണ്ട കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അത് മാത്രം ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ. ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇതാദ്യം തന്നെ ഓയിൽ, വെളിച്ചെണ്ണ, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് പട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വലിയുള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി വഴറ്റിയെടുത്തു. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയുള്ളി അരച്ചത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ മാറിയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു വിധം വഴണ്ട് വന്നതും ഒരു 3 തക്കാളി അത് ഇട്ട് കൊടുത്താണ്. ക്വാണ്ടിറ്റി കുറച്ച് കമ്മിയായിട്ടാണ് ഇടുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ബിരിയാണി മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തു. മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നല്ലോണം വഴണ്ട് വന്ന് അതിന് ശേഷം നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വിധം വഴണ്ട് വന്ന് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളം തിളച്ച് വന്നപ്പോൾ ഇതിലോട്ട് ഞാൻ ഇന്നേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുതിരവാലി അരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതിലോട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്കായ അരച്ചത് ഇട്ട് കൊടുത്ത് ഒരു നാരങ്ങയും പിഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഒരുവിധം വറ്റി വന്നതും ഒന്ന് ഇളക്കി വിട്ട് ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇന്നേക്ക് നല്ലൊരു ചിക്കൻ പൊരിച്ചതും ബിരിയാണിയും ഇവിടെ ഹെൽത്തി ബിരിയാണിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും. ബായ്.